Hi friends, മണിക്കൂറുകൾ ഇടവിട്ട് നൽകുന്ന GK ക്യാപ്സ്യൂളിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. This is Nitin and you are watching Brilliant TV. അഞ്ച് വ്യത്യസ്തമായ വസ്തുതകൾ, അഞ്ച് വ്യത്യസ്തമായ ഉത്തരങ്ങൾ. അതുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത്. Question number 1. അഠാല മസ്ജിദ് built by സുൽത്താൻ ഇബ്രാഹിം ലോധി അല്ലെങ്കിൽ സുൽത്താൻ ഇബ്രാഹിം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഠാല മസ്ജിദ് ബിൽഡ് ബൈ സുൽത്താൻ ഇബ്രാഹിം. ഇബ്രാഹിം പണി കഴിപ്പിച്ച അഠാല മസ്ജിദ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഇപ്പോഴത്തെ ഇന്ത്യയിൽ? ആ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ ഓർത്തു വയ്ക്കുക, ജോൺപൂർ. ജോൺപൂരിലാണ്, ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ ജോൺപൂരിലാണ് അഠാല മസ്ജിദ്, അതായത് സുൽത്താൻ ഇബ്രാഹിം പണി കഴിപ്പിച്ച അഠാല മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2 വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് അറിയാത്ത ചില പോയിന്റ് ആണ് പറയുന്നത്. ദ ചോള കിങ് ഹു ഫൗണ്ടഡ് ദ സിറ്റി ഓഫ് പ്യൂബാർ. ഏത് ചോള രാജാവാണ് സിറ്റി ഓഫ് പ്യൂബാർ കണ്ടെത്തിയത്? സിറ്റി ഓഫ് പ്യൂബാർ. സിറ്റി ഓഫ് പ്യൂബാർ കണ്ടെത്തിയ ചോള രാജാവിന്റെ പേര് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. അത് കരികാല. കരികാല എന്ന ചോള രാജാവാണ് സിറ്റി ഓഫ് പ്യൂബാർ കണ്ടെത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് 5-year പ്ലാൻ എയിംഡ് അറ്റ് ദ ഇംപ്രൂവിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി വളർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉന്നതിക്ക് വേണ്ടി ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ദ 5-year പ്ലാൻ. 4th 5-year പ്ലാൻ, 4ാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന് ലക്ഷ്യം അല്ലെങ്കിൽ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ മൈനിങ് ഓഫ് കോൾ ഇൻ 1774 വാസ് സ്റ്റാർട്ടഡ് അറ്റ്. അതായത് കോൾ, നമുക്കറിയാം കൽക്കരി, അതിന്റെ ആദ്യത്തമായ മൈനിങ് അത് എവിടെ വെച്ച് നടന്നു എന്നാണ് ചോദ്യം വന്നിരുന്നെങ്കിൽ അത് 1774 തുടങ്ങിയത്. അത് വെസ്റ്റ് ബംഗാളിലെ റാണിഗഞ്ച് അല്ലെങ്കിൽ റണിഗഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്താണ്. റാണിഗഞ്ച് അല്ലെങ്കിൽ റണിഗഞ്ച്. റാണിഗഞ്ചിലാണ്, വെസ്റ്റ് ബംഗാളിലെ റാണിഗഞ്ചിലാണ് ദ ഫസ്റ്റ് മൈനിങ് ഓഫ് കോൾ സ്റ്റാർട്ട് ചെയ്തത്. 1774 എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പൈത്താൻ. പൈത്തൺ അല്ല, പൈത്തൺ എന്ന് പറയുന്നത് ഒരു പാമ്പാണ്. പൈത്താൻ, PAITHAN, പൈത്താൻ എന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് അല്ലെങ്കിൽ പൈത്താൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് കംപ്ലീറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് കൺട്രി ആൻഡ് ഓൺ വിച്ച് റിവർ? 2 ചോദ്യങ്ങൾ ചോദിക്കാം. പൈത്താൻ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് പൂർത്തീകരിച്ചതും അത് ഏത് നദിയിലുമാണെന്ന് ചോദിച്ചാൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഗോദാവരി നദിയിലാണ് എന്നോർക്കുക. മറ്റൊന്ന് ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയെന്ന് ചോദിച്ചാൽ അത് ജപ്പാന്റെ സഹായത്തോടെയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജപ്പാൻ ആൻഡ് ഇൻ ദ റിവർ ഗോദാവരി. ആ പ്രോജക്റ്റിന്റെ പേര് മറക്കരുത്, പൈത്താൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. അപ്പൊ നമ്മൾ ഇന്ന് പങ്കുവച്ചത് വളരെ പ്രധാനപ്പെട്ട 5 വസ്തുതകളും 5 ഉത്തരങ്ങളുമാണ്. അപ്പോൾ GK ക്യാപ്സ്യൂളിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. GK ക്യാപ്സ്യൂളിലൂടെ കഴിയുന്നില്ല, വീണ്ടും ഞാൻ മറ്റൊരു എപ്പിസോഡുമായി വരുന്നതായിരിക്കും. ദിസ് ഈസ് നിതിൻ സൈനിങ് ഔട്ട്.